ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ തന്ത്രങ്ങളിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സൗഹൃദം സ്ഥാപിക്കാനും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനും ശ്രമിക്കുകയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ. വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന വിദഗ്ധരുടെ സൂചനകൾക്ക് ശേഷം പല നേതാക്കളും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശക്തി പകരുകയും പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനത്തെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിയുമായുള്ള തന്റെ സമീപകാല ചർച്ചകളിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെ പ്രതിനിധീകരിച്ച് താൻ ഒരു ക്ഷണം നൽകിയതായിട്ടാണ് തജാനി ANIയോട് വ്യക്തമാക്കിയത്. എന്റെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ പേരിലാണ് ഞാൻ ക്ഷണിച്ചത്. പ്രധാനമന്ത്രിയെ ഇറ്റലിയിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചു. ഉത്തരം അതെ എന്നാണ്. 2026 അദ്ദേഹം എന്റെ രാജ്യത്ത് ഇറ്റലിയിൽ ഉണ്ടാകും, തജാനി പറഞ്ഞു. പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ച പോസിറ്റീവാണെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. IMEC, അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാപാര ഇടനാഴി എന്നിവയുൾപ്പെടെ ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായിരുന്നു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സൂപ്പർ ബന്ധങ്ങളെക്കുറിച്ച് IMECയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. വ്യാവസായിക തലത്തിലുള്ള സഹകരണത്തെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു. തീർച്ചയായും സമാധാനത്തെക്കുറിച്ചും. ഉക്രൈനിൽ ഒരു കരാർ കൈവരിക്കുന്നതിന് റഷ്യയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്ത്യ വളരെ പ്രധാനമാണ്. ഇത് പ്രധാനമാണ്. വ്യവസായത്തിനും സംസ്കാരത്തിനും വരും വർഷങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതും പ്രധാനമാണ്. IMEC വളരെ പ്രധാനമാണ്. ഇന്ത്യ മുതൽ ഇസ്രായേൽ വഴി, ഗൾഫ് രാജ്യങ്ങൾ വഴി, ഈജിപ്റ്റ് വരെ, മെഡിറ്ററേനിയൻ കടൽ വഴി, ട്രൈസ്റ്റേ വരെ ഇന്ത്യക്കും ഇറ്റലിക്കും ഇടയിലുള്ള ഈ അടിസ്ഥാന സൗകര്യങ്ങളും വ്യാപാര ഇടനാഴിയും ഇത് വളരെ പ്രധാനമാണ് സഹകരണം, അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി മെലോണിയയുടെ ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേതാക്കളുടെ യോഗത്തിന് ശേഷം അത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026 എപ്പോൾ സന്ദർശിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. IMEC ഇടനാഴിയുടെ പ്രവൃത്തികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും ഗാസ വെടിനിർത്തലിനായി അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ഗാസയിലെ സ്ഥിതിഗതികൾ അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമാണ്. ഇപ്പോൾ സ്ഥിതി വളരെ മെച്ചമാണ്. ഇതിനായി പ്രവർത്തിക്കാൻ കഴിയും. ഇടനാഴിയുടെ പുരോഗതിക്ക് നിരവധി രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അനിവാര്യമാണെന്നും തജാനി ഊന്നി പറഞ്ഞു. IMECയിൽ ഞങ്ങൾ നേരത്തെ തുടങ്ങും. മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ഇറ്റലിയും ഇന്ത്യയും ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി വളരെ മികച്ചതാണ്. ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ ഇത് സാധ്യമാണ്. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. ഇറ്റലിയും ഇന്ത്യയും മുൻനിരയിലാണ്. 2 ആഴ്ച മുൻപ് സൗദി അറേബ്യയിലേക്കുള്ള എന്റെ യാത്രയിൽ സൗദി അറേബ്യൻ കാര്യ മന്ത്രാലയവുമായും 3 ദിവസം മുൻപ് എമിറേറ്റ്സിന്റെ വിദേശകാര്യ മന്ത്രാലയവുമായും ഞാൻ സംസാരിച്ചിരുന്നു. അവർ ഇതിനെ അനുകൂലിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഇറ്റലി സഹകരണം ശക്തമാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാപാരം, സംയുക്ത സംരംഭങ്ങൾ എന്നിവയിലേക്കും അത് വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കും. അടിസ്ഥാന സൗകര്യ മേഖലകളിലും വ്യാപാരത്തിലും നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഇത് വളരെ പ്രധാനമാണ്. ഇറ്റലിയുമായും ഇന്ത്യയുമായും സംയുക്ത സംരംഭങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ്. ഇതിനായി ഞാൻ വളരെ സന്തുഷ്ടനാണ്. നാളെ മുംബൈയിൽ ഒരു പ്രധാന പരിപാടിയുണ്ട്, ഒരു ബിസിനസ് ഫോറം ഉണ്ട്. ഇറ്റാലിയൻ ഇന്ത്യൻ കമ്പനികൾ തമ്മിലുള്ള സഹകരണം വളരെ പോസിറ്റീവാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ച് സംസാരിച്ച തജാനി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഒരു കരാർ നേരത്തെ കൈവരിക്കുന്നതിനായി ഞങ്ങൾ ശ്രമിക്കും. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതുന്നു. വ്യാഴാഴ്ച മുംബൈയിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ തജാനി കാണുമെന്നും വ്യക്തമാക്കി. സാമ്പത്തിക ഇടപെടൽ ഒരു കേന്ദ്ര ബിന്ദുവായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.